മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച 10 റെയിൽവേ സ്റ്റേഷനുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. 10-ാമത്തേത് മേലാറ്റൂർ. ഷൊർണൂർ-നിലമ്പൂർ റൂട്ടിലാണ് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഷൊർണൂരിൽ നിന്നും 40 കിലോമീറ്ററും നിലമ്പൂർ റോഡിൽ നിന്നും 26 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. 9-ാമത്തേത് തിരുനാവായ. കോഴിക്കോട്-ഷൊർണൂർ റൂട്ടിലാണ് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഷൊർണൂരിൽ നിന്നും 36 കിലോമീറ്ററും കോഴിക്കോട് നിന്നും 49 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. മലപ്പുറം ജില്ലയിൽ ആകെ 14 റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത്. എട്ടാമത്തേത് വാണിയമ്പലം. ഷൊർണൂർ-നിലമ്പൂർ റൂട്ടിലാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഷൊർണൂരിൽ നിന്നും 55 കിലോമീറ്ററും നിലമ്പൂർ റോഡിൽ നിന്നും 10 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. നിലമ്പൂർ റോഡിന് തൊട്ടു മുന്നേയുള്ള റെയിൽവേ സ്റ്റേഷനാണ് വാണിയമ്പലം. വണ്ടൂർ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഏഴാമത്തേത് വള്ളിക്കുന്ന്. കോഴിക്കോട്-ഷൊർണൂർ റൂട്ടിലാണ് വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കോഴിക്കോട് നിന്നും 20 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും 66 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. പാസഞ്ചർ ട്രെയിനുകൾക്ക് പുറമെ ചില എക്സ്പ്രസ് ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. ആറാമത്തേത് അങ്ങാടിപ്പുറം. ഷൊർണൂർ-നിലമ്പൂർ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം. ഈ റൂട്ടിലൂടെ പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. പെരിന്തൽമണ്ണ പട്ടണത്തിൻ്റെ അടുത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഷൊർണൂരിൽ നിന്നും 28 കിലോമീറ്ററും നിലമ്പൂർ റോഡിൽ നിന്നും 38 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ഷൊർണൂർ-നിലമ്പൂർ റൂട്ടിലെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അഞ്ചാമത്തേത് നിലമ്പൂർ റോഡ്. ഷൊർണൂരിൽ നിന്നും 66 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഷൊർണൂർ-നിലമ്പൂർ റൂട്ടിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ നിന്നാണ് ഷൊർണൂർ ഭാഗത്തേക്ക് ട്രെയിനുകൾ പുറപ്പെടുന്നത്. നിലമ്പൂർ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. നാലാമത്തേത് താനൂർ. കോഴിക്കോട്-ഷൊർണൂർ റൂട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കോഴിക്കോട് നിന്നും 33 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും 52 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. പാസഞ്ചർ ട്രെയിനുകൾക്ക് പുറമെ ചില എക്സ്പ്രസ് ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. 3 പ്ലാറ്റ്ഫോമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. താനൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. മൂന്നാമത്തേത് പരപ്പനങ്ങാടി. കോഴിക്കോട്-ഷൊർണൂർ റൂട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കോഴിക്കോട് നിന്നും 25 കിലോമീറ്ററും
ഷൊർണൂരിൽ നിന്നും 61 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ദിവസവും 20ഓളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. പരപ്പനങ്ങാടി ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. രണ്ടാമത്തേത് കുറ്റിപ്പുറം. കോഴിക്കോട് ഷൊർണൂർ റൂട്ടിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. കോഴിക്കോട് നിന്നും 56 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും 29 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. കോഴിക്കോട് ഷൊർണൂർ ഭാഗത്തേക്ക് ദിവസവും 20ഓളം ട്രെയിനുകളിൽ ഇവിടെ നിന്നും യാത്ര ചെയ്യാൻ പറ്റും. കുറ്റിപ്പുറം ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഒന്നാമത്തേത് തിരൂർ. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. 3 പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ. ചുരുക്കം ചില ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണിത്. കോഴിക്കോട് നിന്നും 41 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും 44 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.